നാളത്തെ വിഷയം, അടുത്ത ആഴ്ചത്തെ വിഷയം ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? How will I face a challenge that's coming tomorrow? എന്ന് നിങ്ങൾക്ക് ഭാരമുണ്ടെങ്കിൽ, If you are thinking that way, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ അകത്തിരിക്കുന്നു. he that is in you is greater than he that is in the world. ഇന്ന് സ്വോത്രാഴ്ച കൊണ്ടുവന്നാലും ഇട്ടില്ലെങ്കിലും ഇട്ടാലും ഒക്കെ അവന് നിങ്ങളെ ഭയങ്കര Even if ഇഷ്ടമാണ്. you don't put an offering in the offering bag, he still loves you. കാരണം അവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. Because it is for you he died. അവൻ ഇപ്പോഴും പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്നെ ഓർത്ത് പക്ഷപാതം He ചെയ്യും. is still interceding for you at the right hand of the Father. അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ട്, നിന്നെ അവൻ ഒരിക്കലും അനാഥനായി വിടുകയില്ല. He will never ever leave you orphans in this world. നിന്റെ ജനനം കൊണ്ടോ സാഹചര്യം കൊണ്ടോ ഇപ്പോൾ ചിലപ്പോൾ നീ ഇടുക്കത്തിലായിരിക്കാം. Maybe you are going through a constrained moment now. നീ ഇപ്പോൾ കടന്നു പോകുന്ന ആ പ്രതിസന്ധി, Whatever you are going through right now, നിനക്ക് ടെൻഷനാണ്. you are worried about it. എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയില്ല. You are worried about what's going to happen. എന്നാൽ നിനക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ച ദൈവം, But there is a God who has pre-planned all things. അത് എഴുതി വെച്ചിട്ടുണ്ട്. It is written. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, മുൻനിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതോ. അവന്റെ താടി രോമങ്ങൾ പിടിച്ചു പറിച്ചു. And they plucked out his beard. അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകി. And there was blood flowing out from his body. അത് സഹിക്കുമ്പോഴും And when he was enduring that, അവിടുന്ന് ഹൃദയത്തിൽ പറഞ്ഞു, he said in his heart, എനിക്ക് മനസ്സുണ്ട്, I have still a heart എനിക്ക് to serve. മനസ്സുണ്ട്. I have a heart to ഇന്ന് serve. പകൽ ഈ വചനം കേൾക്കുന്നവരോട് പറയാം, This morning, if you are നിന്നെ listening, വിടുവിക്കാൻ അവന് മനസ്സുണ്ട്. he has a mind to redeem you. നിന്നെ പുറത്തു കൊണ്ടുവരാൻ അവന് മനസ്സുണ്ട്. He wants to deliver you. ഇതിനകത്തിരിക്കുന്ന ഒരാൾ പോലും തകർന്നു പോകില്ല. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, What we're going to hear today, ഒരു റെഡീമറുടെ യോഗ്യതകൾ എന്താണ്. we are going to speak about the qualities of a redeemer. വീണ്ടെടുക്കുന്ന ആളുടെ ക്വാളിറ്റി എന്താണ്. What are the qualities of a redeemer? ഇത് കേൾക്കുക മാത്രമല്ല, We are not only going to listen to this, ഈ പറയുന്ന ആൾ ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്ന് അതിനെ തെളിയിക്കാൻ പോകും. and the redeemer will come among us and prove that he is here. Redeemed. He's redeemed you. ആമേൻ. നിങ്ങളെ അവൻ വീണ്ടെടുത്തിരിക്കുന്നു. He has redeemed you. കൊരിന്ത്യർ ലേഖനം 1-ാം വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. 1 Corinthians chapter 1 and verse 30 says this. അവിടെ ഇങ്ങനെ പറയുന്നു, And this is what it says. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. നിങ്ങളോ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പുതിയ നിയമത്തിൽ ഏറ്റവും പ്രസിദ്ധമായ കാര്യം, ദൈവം ആത്മാവായി നമ്മുടെ ഉള്ളിലിരിക്കുന്നു. The most significant thing about the new covenant is that God dwells in us through his Holy Spirit. നമ്മുടെ ഉള്ളിൽ He resides in us. ആത്മാവായിരിക്കുന്നു. He resides in us through his spirit. 1 കൊരിന്ത്യർ 3:16 അതാണ് പറയുന്നത്. 1 Corinthians 3:16 says that. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? Don't you know that the Holy Spirit dwells in you and you are the temple of God? നിങ്ങളാണ് മന്ദിരം. You are the temple of God. നിങ്ങളിൽ അവിടുന്ന് വസിക്കുന്നു. And he dwells inside you. അതിന്റെ അർത്ഥം, ഇവിടുന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ആ സാന്നിധ്യം വഹിച്ചുകൊണ്ടാ പോകുന്നത്. That means when you're leaving here, you're not going alone, you are holding and hosting the presence of God. അയ്യോ, നാളത്തെ വിഷയം, അടുത്ത ആഴ്ചത്തെ വിഷയം ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? How will I face a challenge that's coming tomorrow? എന്ന് നിങ്ങൾക്ക് ഭാരമുണ്ടെങ്കിൽ, If you are thinking that way, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ അകത്തിരിക്കുന്നു. he that is in you is greater than he that is in the world. Come on. 1 യോഹന്നാൻ 4:4 പറയുന്നു, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ അകത്തിരിക്കുന്നു. 1 John 4:4 says, he that is in you is greater than he that is in the world. ലോകത്തിലുള്ളവനേക്കാൾ The one who is greater than the one who is in the world. വലിയവൻ നിങ്ങളുടെ അകത്തിരിക്കുന്നു. He resides in you. നിന്നെ അവൻ ഒരു നാളും കൈവിടില്ല. He will never forsake you. Come on. നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, He is your closest friend. Come on. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ ബെസ്റ്റിയോ ഫ്രണ്ടോ ആരായിക്കൊള്ളട്ടെ, 2 ദിവസം വിളിച്ചില്ല പിന്നെ പ്രശ്നമാണ്. The Gen Z calls them besties, and if you don't call up each other the next day, you will be upset. പക്ഷേ ഈ കർത്താവിന്റെ വിഷയം, But the Lord, നിങ്ങൾ ഇതുപോലെ കയ്യും കെട്ടിയിരുന്നാലും അവന് നിങ്ങളെ ഭയങ്കര സ്നേഹമാണ്. even if you are indifferent, he still loves you. Come on. നിങ്ങൾ ഇന്ന് സ്വോത്രാഴ്ച കൊണ്ടുവന്നാലും ഇട്ടില്ലെങ്കിലും ഇട്ടാലും ഒക്കെ അവന് നിങ്ങളെ ഭയങ്കര Even if ഇഷ്ടമാണ്. you don't put an offering in the offering bag, he still loves you. കാരണം അവൻ
നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. Because it is for you he died. അവൻ ഇപ്പോഴും പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്നെ ഓർത്ത് പക്ഷപാതം He is ചെയ്യും. still interceding for you at the right hand of the Father. അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ട് നിന്നെ അവൻ ഒരിക്കലും അനാഥനായി വിടുകയില്ല. He will never ever leave you orphans in this world. അവനാണ് നമ്മളുടെ വീണ്ടെടുപ്പുകാരൻ. He is our redeemer. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, The one who is controlling the world. നക്ഷത്രങ്ങളെ ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നവൻ, The one who created the universe. നമ്മുടെ അകത്തിരിക്കുകയാണ്. He dwells within us. അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഇവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Come on, if you acknowledge his presence, worship the Lord. ഹല്ലേലൂയ. ഇതാണ് വേദപുസ്തകത്തിനകത്തെ ഏറ്റവും പരമപ്രധാനമായ സത്യം. And this is the most significant centrality of the gospel. എവറസ്റ്റ് ട്രൂത്ത്. And this is ഏറ്റവും വലിയ സത്യം. this is the epic truth of the gospel. ദൈവത്തിന്റെ സാന്നിധ്യം ആത്മാവായി നിങ്ങളുടെ അകത്തിരിക്കും. That the presence of God dwells among us and in us. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, യേശു നമ്മുടെ ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്. The 1 Corinthians chapter 1 says he has become for us our righteousness, our justice and our redemption. ഒരു പഴയ പാട്ടുണ്ട്, നീ ജ്ഞാനം, നീതി, ശുദ്ധിയും, ദിവ്യ സമാധാനവും, വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയാൽ സ്തുതി പാടും നന്ദിയാൽ. യേശുവാണ് നമ്മുടെ വീണ്ടെടുപ്പ്. He is our redemption. വില കൊടുത്ത് നമ്മളെ വാങ്ങിച്ചിരിക്കുന്നു. And he has bought us with a price. കൊരിന്ത്യർ ലേഖനം 6:19 പറയുകയാണ്, നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. And 1 Corinthians 6:19 says you are not your own. അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. You have been bought with a price. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലേ? കേട്ടോ? Amen. നിങ്ങൾ ഇനി നിങ്ങളുടെ സ്വന്തം അല്ല. You are not your own. അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. He has bought you with a price. Hallelujah. ഒരു വീണ്ടെടുപ്പുകാരന്റെ യോഗ്യതകൾ എന്താണ്? What are the qualities of a redeemer? ദൈവം ഇസ്രായേലിന് പ്രമാണം കൊടുത്തപ്പോൾ When the law was given to Israel, അവരോട് പറഞ്ഞു, and they said to him, ഒരു വീണ്ടെടുപ്പുകാരന് a redeemer, 4 യോഗ്യതകൾ there are ഉണ്ടായിരിക്കും. 4 qualities of a redeemer. ഒരു വീണ്ടെടുപ്പുകാരന് A redeemer, 4 യോഗ്യതകൾ ഉണ്ടായിരിക്കും. there are 4 qualities to a redeemer. ഒന്ന്, അവൻ നിങ്ങളുടെ ചാർച്ചക്കാരൻ, സ്വന്തക്കാരൻ, ബന്ധുക്കാരനായിരിക്കണം. Firstly, he must be your kinsman or a relative. ചാർച്ചക്കാരനായിരിക്കണം. He must be a relative. 2, Secondly, അവൻ മനസ്സുള്ളവനായിരിക്കണം. he should have a heart to serve. എന്ന് വെച്ചാൽ ചാർച്ചക്കാരനായ പോരാ, അവന്റെ ഹൃദയത്തിൽ നിന്നെ ഒന്ന് വീണ്ടെടുക്കണമെന്നൊരു ആഗ്രഹം, മനസ്സുണ്ടായിരിക്കും. Amen. He should be someone who has a desire to redeem you. എനിക്ക് എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് മനസ്സില്ല സഹായിക്കാൻ. Amen. Some people have everything but they don't have a heart to help. പക്ഷെ വീണ്ടെടുപ്പുകാരൻ അങ്ങനെ But ആയിരിക്കരുത്. a redeemer is somebody who has a heart to help. അവന് കഴിവുണ്ടായിരിക്കണം. He must be able. അവൻ He ചാർച്ചക്കാരനായിരിക്കണം. must be a relative. അപ്പോൾ തന്നെ അവൻ മനസ്സുണ്ടായിരിക്കണം. And at the same time, he must have a heart to help. വീണ്ടെടുപ്പുകാരന്റെ മൂന്നാമത്തെ പ്രത്യേകത, The third quality of a redeemer, അവൻ സമ്പന്നനായിരിക്കണം. he must be a rich man. അവൻ സമ്പന്നനായിരിക്കണം. He must be a rich man. നാലാമത്തെ കാര്യം, And for the fourth thing, അവൻ ഇതിനു വേണ്ടി സകലത്തെയും ത്യജിച്ചിരിക്കണം, സാക്രിഫൈസ് ചെയ്യണം. and he must sacrifice himself to redeem 4 somebody. കാര്യമാണ് പറഞ്ഞത്. There are 4 things to this. Number 1, Number 1, he ചാർച്ചക്കാരനായിരിക്കണം. must be a relative. Number 2, Number 2, അവന് he മനസ്സുണ്ടായിരിക്കണം. must have a heart to redeem. Number 3, Number 3, അവൻ he സമ്പന്നനായിരിക്കണം. must be a rich man. Number 4, Number 4, അവൻ സകലത്തെയും ത്യജിച്ച് നിന്നെ വീണ്ടെടുക്കാൻ he must റെഡിയായിരിക്കണം. be able to sacrifice himself and redeem you. ഇതുകൊണ്ട് And for this reason, ഏതാണ്ട് 1500 വർഷം 1,500 years ago, ഇസ്രായേൽ മക്കളുടെ നടുവിൽ in the midst of Israelites, ദാവീദ് എന്ന് പറയുന്ന പാട്ടുകാരൻ പാടുകയാണ്, and David is singing this psalm. കൂട്ടുകാരനെ, സഹോദരൻ ശവക്കുഴി കാണാതെ ആർക്ക് രക്ഷിക്കാൻ പറ്റും? Who is the one who can save his friend from the grave? ആരവന് വീണ്ടെടുപ്പ് വില കൊടുക്കും? Who can give the redeeming price, redemption price? എന്നിട്ട് ദാവീദ് തന്നെ പറയുകയാണ്, And David himself says, ആരെ കൊണ്ടും കഴിയില്ല. nobody can pay a redemption price. പഴയ നിയമത്തിലെ പാട്ടുകാരൻ എന്നാ പറഞ്ഞത്? And what does the psalmist of the Old Testament say? വീണ്ടെടുപ്പ് വില നൽകാനോ, No, to pay the redemption price, വീണ്ടെടുക്കുവാനോ or to redeem somebody, ആർക്കും കഴിയില്ല. nobody can redeem his friend. വീണ്ടെടുക്കാനോ, വീണ്ടെടുപ്പ് വില കൊടുക്കാനോ
ആർക്കും കഴിയില്ല. Nobody can redeem a friend by paying a price or with കാരണം himself. ഈ 4 യോഗ്യതകളുള്ള ഒരു വീണ്ടെടുപ്പുകാരനെ അവർ കണ്ടില്ല. They have never seen a redeemer with these 4 qualities. ഹല്ലേലൂയ. Hallelujah. എന്നാൽ Amen. 2000 വർഷങ്ങൾക്ക് മുമ്പേ But 2000 years ago, യേശു ഈ ഭൂമിയിലേക്ക് വന്നു. Jesus came down to this world. വർഷങ്ങൾക്ക് പുറകിൽ And many years ago, ഒരു ആംഗ്ലിക്കൻ ബിഷപ്പിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു. a journalist asked an Anglican bishop, ഈ 31,173 വാക്യങ്ങളുള്ള ബൈബിൾ the Bible that is so full of the verses of promises of God, ഒറ്റ വാക്കിലൊന്ന് പറയാമോ? can you phrase it in one sentence? ഒറ്റ വാക്കിലൊന്ന് പറയാമോ? Can you phrase it in one sentence? ആംഗ്ലിക്കൻ ബിഷപ്പ് പറഞ്ഞു, And the Anglican bishop said, ഒറ്റ വാക്കിൽ പറയാം, if I can say it in one verse, ഇത് വീണ്ടെടുപ്പിന്റെ ചരിത്രമാണ്. this is the story of redemption. ഇത് വീണ്ടെടുപ്പിന്റെ This ചരിത്രമാണ്. is a story of redemption. ആമേൻ. ബൈബിൾ മുഴുവനും അതാണ് The പ്രഖ്യാപിക്കുന്നത്. Bible declares a story of the redemption. ഹല്ലേലൂയ. Hallelujah. ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത, The first quality of a redeemer, അവൻ he ചാർച്ചക്കാരനായിരിക്കണം. must be a relative. ഓ ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്കറിയാമോ, Do you know, മനുഷ്യരാശിയെ മുഴുവനും വീണ്ടെടുക്കേണ്ടതിന് to redeem the whole of mankind, ദൈവം ചെയ്ത പദ്ധതി, what is his plan? ദൈവമായിരുന്നവൻ God himself, ദൂതന്മാരുടെ ആരാധ്യ പുരുഷൻ, he is the one who is worshipped by angels, സ്വർഗത്തെക്കാൾ ഉന്നതൻ, the one who is exalted in the heavens. 24 മണിക്കൂറും ആരാധനയ്ക്ക് He യോഗ്യനായവൻ, is the one who is worthy of worship 24/7. ദൈവത്തിന്റെ ഇമേജ് ആയവൻ, The one who is created in the likeness of God. സർവ്വ സൃഷ്ടിക്കും ആദ്യജാതൻ. The firstborn among all creation. ഈ മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ To redeem mankind, അവൻ ഈ മനുഷ്യന്റെ he ചാർച്ചക്കാരനായിരിക്കണം. must become one among us. അതിനെന്താണ് ദൈവം ചെയ്തെന്നറിയാമോ? So what did he do? വലിയ ദൈവം, This mighty God, വലിയ ദൈവം this mighty God, ചുരുങ്ങി 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 ഒരു സ്ത്രീയുടെ ഉദരത്തിനകത്ത് ജനിച്ചു. he shrank himself down into the womb of a woman. 10 മാസം ആ ഗർഭപാത്രത്തിൽ കിടന്നു. And he was in the 10 months in the womb of a woman. പ്രസവകാലം തികയാറായപ്പോ And after the period of pregnancy, സാധാരണ കുഞ്ഞ് ജനിക്കുന്നത് പോലെ അവൻ ജനിച്ചു. he was born like just another man. അവർ ആ സമയത്ത് വഴിയമ്പലത്തിലാണ്. And they are in the back streets of Jerusalem. അവര് സമയത്ത് വഴിയാത്രയിലാണ്. അവർ സത്രത്തിലായിരുന്നു. They are on a journey at that time. പക്ഷെ സത്രത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് But there was no room in the inn. അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടു. They sent him out from the inn. അവൻ എവിടെ പ്രസവിക്കപ്പെട്ടു എന്നറിയില്ല. We don't know where exactly he was given birth. ഒരു പക്ഷേ അവൻ വഴിയിലായിരിക്കാം He പ്രസവിക്കപ്പെട്ടത്. was born on the streets of Jerusalem. ആ കുഞ്ഞിനെ എടുത്തോണ്ട് വന്നു. And they carried the baby Jesus. കിടത്താൻ സ്ഥലമില്ല. There was no room to lay the baby down. അതുകൊണ്ട് കാലിത്തൊഴുത്തിലേക്ക് അവനെ കിടത്തി. And so he was laid down in a manger. കാലിത്തൊഴുത്തിലേക്ക് കിടത്തി. And he was laid down in a manger. നോക്കിക്കേ, And look at the child. സകലത്തെയും സൃഷ്ടിച്ചവൻ, The God who created all of universe. ആദിയിൽ വചനമായിരുന്നവൻ, He was the word in the beginning. ദൈവത്തോട് കൂടെയായിരുന്നവൻ, The word was with God. ദൈവമായിരുന്നവൻ. And he was God. കണ്ടോ പശുത്തൊഴുത്തിൽ കാലികളുടെ ഇടയിൽ He കിടക്കുന്നത്. was born as a humble baby in the manger of a cow. അവിടെ നിന്ന് അവനെ എടുത്തു. And they carried him from there. അന്നത്തെ രാജാവ് അവനെ കൊല്ലാൻ നോക്കി. And the king tried to kill him. അവിടുന്ന് ഓടി മിസ്രൈമിലേക്ക് പോയി. So they ran from there to Egypt. 2-3 വർഷം അവിടെ താമസിച്ചു. 2-3 years they were there. അവിടുന്ന് തിരിച്ചു വന്ന് നസ്രേത്തിൽ പാർത്തു. And they came back from Egypt to Nazareth. അമ്മയ്ക്കും അപ്പനും കീഴ്പ്പെട്ടു. And he was submitted to his father and mother. സകല കടലിനെയും കയ്യിൽ വഹിക്കുന്നവൻ, The God who carries the oceans in his hands. സകല നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നവൻ, The one who creates the stars of heaven. സകല ഗ്രഹങ്ങളുടെയും ക്രമം തെറ്റാതെ അതിനെ നിയന്ത്രിക്കുന്നവൻ, The one who holds the universe by the word of his power. ആ ബേത്ലഹേമിലെ നസ്രത്തിലെ കൊച്ചു വീട്ടിൽ And that he is growing up in a small child. കടലിലെ വെള്ളത്തെ കയ്യിൽ വഹിക്കുന്നവൻ, The one who carries the waters of the oceans. ബക്കറ്റിനകത്ത് വെള്ളം എടുത്തോണ്ട് അമ്മയെ സഹായിക്കുകയാണ്. He is carrying a bucket of water and helping his mother. അവൻ നസ്രത്തിൽ കൂടെ നടക്കുകയാണ്. He's walking through the streets of Nazareth. 30 വയസ്സുവരെ Until the age of 30. അവിടെ പാർത്തു. He resided in Nazareth. ഒരു മനുഷ്യനായി. As a man. എന്തിനാണ് ദൈവമേ നീ ഇത് ചെയ്യുന്നത്? Why are you doing this, God? എനിക്ക് ഇവരെ വീണ്ടെടുക്കണമെങ്കിൽ, Because if we have to redeem mankind, എനിക്കൊരു മനുഷ്യനായി തന്നെ മാറണം. he has to be one among them, another man. 30 വർഷം 30 years.
years. അവൻ അമ്മയ്ക്കും അപ്പനും കീഴ്പ്പെട്ടു. He was submitted to his father and mother. 30 വയസ്സിൽ At the age of 30, സ്നാനപ്പെട്ടു. he was baptized. സ്വർഗ്ഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. The Holy Spirit came from heaven. 3.5 വർഷം 3.5 years. നാടെങ്ങും കാൽനടയായി സഞ്ചരിച്ചു. He walked among the streets of Galilee. രോഗികളെ സൗഖ്യമാക്കി. He healed the sick. ഭൂതങ്ങളെ പുറത്താക്കി. He cast out demons. മരിച്ചവരെ ഉയർപ്പിച്ചു. He raised the dead. ബൈബിൾ പറയുന്നു, The Bible declares 33.5 വയസ്സായപ്പോൾ 33.5 years. അവൻ മരണത്തെ ടേസ്റ്റ് ചെയ്തു. He tasted death on our behalf. Come on. നമ്മളൊക്കെ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലഡു ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി മരണത്തെ ഒരാൾ ടേസ്റ്റ് ചെയ്തു. അവന്റെ പേരാണ് യേശു. Amen. Hallelujah. Shebarabara, Sekariandabara. Hallelujah. Amen. The one who tasted death. എന്തിനാണ് ഇത്രയും പാടുപെട്ടത്? Why did he sacrifice? എന്തിനാണ് അവൻ ഇത് ഇത്രയും സഹിച്ചത്? Why did he endure so much? എന്തിനാ ഇത്ര സഹിച്ചത്? Why did he endure so much? ഒറ്റ ഉത്തരം, Just one reason. എന്റെയും നിന്റെയും ചാർച്ചക്കാരനായി മാറാൻ. He wants to become a relative to you and me. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് Because he has to be a partaker of flesh and blood. അവനും നമ്മളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. He became a partaker of flesh and blood. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. And he destroyed the one who has power over death. ജീവപര്യന്തം ഭയത്തിലിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. He redeemed everybody who was bound by fear. Hallelujah. എന്തിനവൻ മനുഷ്യനായി? Why did he become man? കാരണം ന്യായപ്രമാണം പറയുന്നു, Because the law of Moses says അവൻ ആ ചാർച്ചക്കാർക്ക് മാത്രമേ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. only a relative can redeem his family. അതുകൊണ്ട് അവൻ മനുഷ്യനായി And മാറി. that's why he became one among us. രണ്ടാമത്, Secondly, വീണ്ടെടുക്കുന്നവൻ മനസ്സുള്ളവനായിരിക്കണം. he should be somebody with a heart to redeem. Hallelujah. മനസ്സുണ്ടാകണം. You should have a heart. Amen. കസറിയുടെ മനസ്സുണ്ടോ? Are you willing to serve somebody? Pull out a chair for him. തൂക്കാൻ മനസ്സുണ്ടോ? Are you willing to serve? നമ്മളിൽ പലർക്കും മനസ്സില്ല. Many of us don't have a heart to serve. പക്ഷേ ബൈബിൾ പറയുന്നു, But the Bible says നമ്മളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. but we should have the mind of Christ. എന്താണ് ക്രിസ്തുവിന്റെ മൈൻഡ്? What is the mind of Christ? വീണ്ടെടുപ്പിനെ കുറിച്ച് സ്വർഗ്ഗത്തിൽ ഒരു കൗൺസിൽ കൂടി. There was a council in heaven to plan redemption. എങ്ങനെ വീണ്ടെടുക്കും? How do we redeem man? ആ കൗൺസിൽ തീരുമാനിച്ചു, And the council agreed. മാനവരാശിക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി ഒരാൾ മരിക്കേണ്ടതുണ്ട്. And they decided that there has to be a man who should die for the redemption of ആ mankind. മരണം ആരേറ്റെടുക്കാൻ പറ്റുമോ And whoever endures that price, അവന് മാത്രമേ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. only the one who pays the price of death can redeem his family. ആ കൗൺസിലിൽ ഇരുന്ന യേശു And Jesus was sitting in the council. നമ്മുടെ മുഖം കണ്ടു. He remembered all of us. നമ്മളെ എല്ലാം ഓർത്തു. He remembered each one of us. നമ്മളെ ഓർത്തപ്പോൾ ആ കസാരയിൽ ഇരിക്കാൻ യേശുവിന് And പറ്റിയില്ല. when he remembered us, he couldn't sit in that chair. യേശു പറഞ്ഞു, And he said, അടിയനിതാ, here am I. അടിയനെ അയക്കണമേ. Send me, Lord. അടിയനിതാ, Send me, Lord. അടിയനെ അയക്കണമേ. Here I am, Lord. Send me. ദൂതന്മാര് പറഞ്ഞു, And the angel ഇതൊരു said, വലിയ പദ്ധതിയാണ്. this is a great plan. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ തോന്നില്ല. I don't think this can be executed easily. സകല പ്ലാനുകളും വെളിപ്പെട്ടു. And every plan was revealed. പറഞ്ഞു, And he said, നമ്പർ 1, number one, മനുഷ്യനാകണം. he has to be a man. നമ്പർ 2, Number two, അവിടെ ചെല്ലുമ്പോൾ സകല പ്രതികൂലങ്ങളും നീ അനുഭവിക്കേണ്ടി വരും. he should endure every trial when you reach down നമ്പർ there. 3, Number three, നീ മരിക്കേണ്ടത് and ആവശ്യമാണ്. you should pay a price of death. മരിക്കുന്നത് ഉറക്കത്തിൽ കിടന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയല്ല. The death was not a heart attack death. അന്നത്തെ ഏറ്റവും ക്രൂര മരണം, And the most Cruel. hideous, yes. ഏറ്റവും ക്രൂവൽ മരണം, The most cruel murder. അത് ക്രൂശ കാരണമാണ്. And that was a death on the cross. അത് ഏറ്റെടുക്കണം. And he had to endure that. സ്വർഗ്ഗമെല്ലാം മൗനമായി. And everyone in heaven was silent. ഇതുപോലെ Just like this. Hallelujah. എല്ലാവരും മൗനമായി. Everyone was silent. നിന്നെ പടയാളികൾ അടിക്കും. And the soldiers will whip you. ഹേയ്, ദൂതന്മാർ പറഞ്ഞു യേശുവിനെ അടിക്കുമെന്നോ? The angels asking, oh, even Jesus will get beaten. നിങ്ങൾക്കറിയാമോ യേശു ഒരിക്കൽ പറഞ്ഞൊരു കാര്യം? Do you remember what Jesus said? ഞാനൊന്ന് ഞൊടിച്ചാൽ 72,000 ദൂതന്മാർ ഇപ്പൊ ഇവിടെ ഇറങ്ങും. In a twinkling of an eye, I can call 72,000 angels right now, right here. ഒരു ദൂതൻ ഇറങ്ങിയപ്പോ Just when one angel came down, 1,35,000 പേര് ഒറ്റയടിക്ക് ചത്തു. 1,85,000 died in one slaughter.
അതേപോലെ 72,000 ഇറങ്ങിയാൽ അവന്മാരുടെ കാര്യം പോക്കാ. Then 72,000 of the same kind, if it comes, everyone will be wiped out. പക്ഷെ മരിച്ചേ പറ്റുള്ളൂ. But someone has to pay the price of death. ഹെവൻ എല്ലാം സൈലന്റ് ആയി. And heaven was silent. പക്ഷെ യേശു പറഞ്ഞു, But Jesus said, എന്റെ നിങ്ങളുടെ മുഖം കണ്ടിട്ട്, because he remembered our faces, അവൻ നമ്മളെ ഓർത്തിട്ട്, he remembered us. അവൻ പറഞ്ഞു, He said, എനിക്ക് മനസ്സുണ്ട്, I have a heart to I am willing to pay the price. എനിക്ക് മനസ്സുണ്ട്, I am willing to pay the price. ഞാൻ റെഡിയാണ്. I am ready. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Have you ever thought? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Have you ever thought? ശിഷ്യന്മാരെല്ലാം കൂടെ ഓടിപ്പോയി. And all the disciples left him and went. യേശുവിനെ അവർ പിടിച്ചു. And they got a hold of Jesus. പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവുക. And he was brought before Pilate. ആ പോകുന്ന യാത്രയിൽ, And on that journey to Pilate, യേശു എപ്പോഴെങ്കിലും ചിന്തിച്ചോ? and did ever Jesus think, അയ്യോ ഇനിയിപ്പോ എന്തുവായിരിക്കും, what's gonna happen now? Did he ever think, അവിടെ ചെല്ലുമ്പോ എന്തുവായിരിക്കും? if I stand before Pilate, what am I going to do? എന്നെ അടിക്കുമായിരിക്കുമല്ലേ? They might slap me. യേശു അങ്ങനെ ചിന്തിച്ചോ? Did he think like that? നിങ്ങൾ മിണ്ടുന്നില്ല. അയ്യോ ആര് രക്ഷിക്കും? Who will save me? പത്രോസും യോഹന്നാനും ശിഷ്യന്മാരെല്ലാം പേടിച്ചു പോയെങ്കിലും Peter, James and John ran away. നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. There is a truth behind that. Acts 2:23 പറയുന്നു. Acts chapter 2 and verse 23 says. അപ്പോസ്തല പ്രവൃത്തി 2:23 പറയുന്നു. Acts 2:23 says. ഓ നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു. Jesus was surrendered because by the foreknowledge of God to execute his counsel. എന്ന് വെച്ചാ, which means നിങ്ങളൊരു മൂവി കണ്ടോണ്ടിരിക്കുകയാണ്. if you are watching a movie, അതിനകത്തെ ഹീറോയിനെ, നായികയെ വില്ലൻ പിടിക്കുന്നു. and somebody, the villain is taking a hold of the heroine. അവളെ ഇപ്പം വണ്ടി കയറ്റി കൊല്ലും. And they're going to kill her by running a vehicle over her. അവളെ കൊല്ലുമെന്ന് കാണുമ്പോൾ അടൂരിക്കുന്ന നമ്മുടെ ചങ്കിടിക്കും. And when we are watching that movie, our heart is beating faster. പക്ഷേ അത് എഴുതിയ തിരക്കഥാകൃത്തിന്, ഡയറക്ടർക്ക് ഹാർട്ട് ഇടിപ്പില്ല. But the director of the movie has no heart attack. അവൻ അറിയാം അടുത്ത സീനിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന്. He knows what's going to happen in the next scene. 2000 വർഷങ്ങൾക്ക് മുമ്പേ 2000 years ago, അവർ യേശുവിനെ പിടിച്ചപ്പോൾ, when they held Jesus, അവനെ പീലാത്തോസിന്റെ മുമ്പിലേക്ക് ഇറക്കി നിർത്തിയപ്പോൾ, when they were stood him before Pilate, അവനെ ചാട്ടവാർ കൊണ്ട് അടിക്കുമ്പോൾ, when he was whipped, ജനമെല്ലാം പേടിച്ചു പോയെങ്കിലും everyone was afraid. സംവിധാനം ചെയ്ത ദൈവം അവിടെ നിന്നുകൊണ്ട് ചിരിച്ചു. Director God began to laugh at them. അവൻ അറിയാമായിരുന്നു അടുത്തത് എന്താ നടക്കാൻ പോകുന്നതെന്ന്. He knows what's going to happen next. അടുത്തത് എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നു. He knew what was going to happen next. Come on. ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും അവനെ ഏൽപ്പിച്ചു. God by his foreknowledge and predetermined plan surrendered Jesus to them. എന്ന് വെച്ചാ, which means നീ മെനക്കെട്ട് ബലം പ്രയോഗിച്ച് പിടിച്ചതല്ലടാ. it is not the soldiers who grabbed him. It is not that. അവിടുന്ന് ഏൽപ്പിച്ചത് കൊണ്ടാ നീ പിടിച്ചേ. God surrendered him and that's why you caught him. Hallelujah. Come on somebody. അപ്പോഴാ പീലാത്തോസ് പറയുന്നേ, and that's when Pilate says, എനിക്ക് നിന്നെ വെറുതെ വിടാനുള്ള അധികാരമുണ്ടെന്ന് I നിനക്കറിയാമോ? have the authority to set you free. അതുവരെ തല കുനിച്ചു നിന്ന്, and Jesus, who had his head down, യേശു തല ഉയർത്തിയിട്ട് പറഞ്ഞു, he looked at Pilate and said, മുകളിൽ നിന്ന് ഒരധികാരം കിട്ടാതെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. it is because you have authority from heaven. That's why you are doing what you're doing. നീ ഇപ്പോൾ കടന്നു പോകുന്ന ആ പ്രതിസന്ധി, whatever you are going through right now, നിനക്ക് ടെൻഷനാണ്. you are worried about it. എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയില്ല. you are worried about what's going to happen. എന്നാൽ നിനക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ച ദൈവം, but there is a God who has pre-planned all things. അത് എഴുതി വെച്ചിട്ടുണ്ട്. it is written. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, മുൻനിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതോ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. all things work together for the good of those who love God. Hallelujah. വീണ്ടെടുപ്പുകാരന് മനസ്സ് വേണം. and the redeemer should have a mind to serve. കാലി തൊഴുത്തി കിടക്കാൻ, and to lie down in that manger. 30 വയസ്സ് വരെ അമ്മയ്ക്കും അപ്പനും കീഴ്പ്പെടാൻ, 30 years he was submitted to his father and mother. Hallelujah. യോഹന്നാന്റെ കൈക്കീഴിൽ കുനിഞ്ഞു നിന്ന് സ്നാനം ഏറ്റെടുക്കാൻ. he should be humble enough to receive the baptism from John the Baptist. ഞാൻ ആരാന്നറിയാമോ? do you know who I am? ഞാൻ സകലത്തെ സൃഷ്ടിച്ചവനാണ്. do you know
I created the entire universe. നീ മുട്ടുമടക്കടാ, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തും. John the Baptist, I should baptize you. No, He didn't അവൻ say- സ്നാനപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തു. He submitted himself to the righteousness of എന്നാ God. കാരണം? What is the reason? അവന് മനസ്സുണ്ട്. Because he had a mind to അവന് serve. മനസ്സുണ്ട്. He had a mind to serve. നിങ്ങൾക്കറിയാമോ, Do you know? പടയാളികൾ വളഞ്ഞിട്ട് പിടിച്ചു. And they surrounded him and they caught him. അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. They spat on his face. തുപ്പി. Tupi. ദൂതന്മാർ ആരാധിച്ചവൻ, The one who was worshipped by angels. അതിനായിരങ്ങളിൽ സുന്ദരൻ, And the beautiful among അവന്റെ 10,000. താടി രോമങ്ങൾ പിടിച്ചു പറിച്ചു. And they plucked out his beard. അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകി. And there was blood flowing out from his body. അത് സഹിക്കുമ്പോഴും And when he was enduring that, അവിടുന്ന് ഹൃദയത്തിൽ പറഞ്ഞു, he said in his heart, എനിക്ക് മനസ്സുണ്ട്, I have still a heart to എനിക്ക് serve. മനസ്സുണ്ട്. I have a heart to ഇന്ന് serve. പകൽ ഈ വചനം കേൾക്കുന്നവരോട് പറയാം, This morning, if you are നിന്നെ listening, വിടുവിക്കാൻ അവന് മനസ്സുണ്ട്. he has a mind to redeem you. നിന്നെ പുറത്തു കൊണ്ടുവരാൻ അവന് മനസ്സുണ്ട്. He wants to deliver you. ഇതിനകത്തിരിക്കുന്ന ഒരാൾ പോലും തകർന്നു പോകില്ല. Not one person here will be destroyed. നീ തകർന്നു പോകില്ല. You will not be destroyed. അറിയാവുന്നവർ എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, Come on, say that with me. തന്റെ ഏകജാതനായ പുത്രനിൽ Amen. വിശ്വസിക്കുന്ന ആരും, നശിച്ചു ഓ പോകാതെ കമോൺ, എനിക്ക് ആ പദമൊക്കെ കേൾക്കണ്ടേ, ആരും. നശിച്ചു പോകാതെ പാസ്റ്റർ വെയിറ്റ്, എന്റെ വീട്ടുകാർ എനിക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നു, എന്റെ അയൽവക്കക്കാർ എനിക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നു, എന്റെ കുടുംബക്കാർ എനിക്കെതിരെ ഭയങ്കര ഫൈറ്റിംഗ്, ഞാൻ നശിച്ചു പോകുമോ? ഇല്ല. കാരണം എന്നാ? ആരും നശിച്ചു പോകരുതെന്ന്. നിത്യജീവൻ പ്രാപിക്കേണ്ടത്. പാസ്റ്റർ ഇങ്ങോട്ട് വന്നപ്പോഴും ജപ്തിയുടെ പേപ്പർ കണ്ട് പേടിച്ചാ ഞാൻ വന്നേ. When I came here, the confiscation papers came on one. എന്റെ വീട്ടിൽ അത് ഇരിപ്പുണ്ട്. It is in my house now. എന്റെ തലമുറയുടെ ഭാവി എന്താന്ന് എനിക്കറിയില്ല. I am not sure about the future of my family. ഒരു കാര്യം നിന്നോട് പറയാം, But let me prophesy to you. നിന്റെ സ്ക്രിപ്റ്റ് മുഴുവനും എഴുതി ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. The Lord has already written your script and He said amen. It is finished already. നിന്റെ സ്ക്രിപ്റ്റ് മുഴുവനും എഴുതി ഫിനിഷ് ചെയ്തിട്ടാണ് നിന്റെ അപ്പനെയും അമ്മയെയും ഒരുമിച്ച് കൂട്ടിയതും അമ്മയുടെ ഉദരത്തിൽ നീ ജനിച്ചതും നീ പുറത്തു വന്നതോ. എന്റെ യേശുവിന്റെ പ്രത്യേകത, The speciality of Jesus. come on, can I preach? Can I preach to you? യേശുവിന്റെ പ്രത്യേകത, The uniqueness of അവൻ Christ. വിശ്വാസത്തിന്റെ നായകനും He is the author and finisher പൂർത്തി വരുത്തുന്നവനും. of your faith. എന്ന് വെച്ചാ പറഞ്ഞു തരാം, What does he mean by that? അവൻ തുടങ്ങുക മാത്രമല്ല, He'll not only start a project, അതിനെ നല്ലവണ്ണം കൊണ്ട് പൂർത്തീകരിക്കാൻ അറിയുന്നവനാ. he will not abandon it, he'll finish it well. Come on somebody. അവൻ പൂർത്തീകരിക്കും. He will finish it. നമ്പർ 1, Number one, വീണ്ടെടുപ്പുകാരൻ ആരാണ്? who's a redeemer? ചാർച്ചക്കാരനായിരിക്കണം. He must be a relative. വീണ്ടെടുപ്പുകാരൻ ആരാണ്? Number two, who's a redeemer? മനസ്സുള്ളവനായിരിക്കണം. He must be a one to serve. 3, Third point, ന്യായപ്രമാണം പറയുന്നു വീണ്ടെടുപ്പുകാരൻ സമ്പത്തുള്ളവനായിരിക്കണം. he must be a rich man, the law of Moses says. കഴിഞ്ഞ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ലീഡേഴ്സ് മീറ്റിംഗ് There ഉണ്ടായിരുന്നു. was a leaders meeting last night. പ്രോഫറ്റ് ടിജോ പ്രസംഗിച്ചു ഇങ്ങനെ പറഞ്ഞു, Prophet Tijo said this. മുംബൈയിൽ തന്നെ 130,000 കോടീശ്വരന്മാരുണ്ട്. There are about 130,000 billionaires in Mumbai. ആമേൻ. കേരളത്തിൽ തന്നെ 40,000 In കോടീശ്വരന്മാരുണ്ട്. the state of Kerala, there are 46,000 billionaires. നമുക്ക് ഈ കോടീശ്വരനെന്നോ ബില്യണർ എന്നോ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില പേരുകൾ വരുന്നുണ്ട്. You know, we can remember some billionaires when we say this. എന്നാൽ യേശുവിന്റെ സമ്പന്നത ഇവരോടൊന്നും തുലനം ചെയ്യാൻ പറ്റില്ല. The richness of Christ cannot be compared. സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവൻ, The God who created the universe. സൗത്ത് ആഫ്രിക്കയിലെ സകല രത്നശേഖരങ്ങളെയും സൃഷ്ടിച്ചവൻ, The God who created the gold mines in South അറബി Africa. രാജ്യത്തുള്ള സകല എണ്ണ ഖനികളെയും സൃഷ്ടിച്ചവൻ, The God who created the petroleum crude in the Middle East. മരുഭൂമിയിലെ സകല മാർബിൾ ശേഖരങ്ങളെ സൃഷ്ടിച്ചവൻ. The one who created the cores of marbles in the ബൈബിൾ desert. പറയുന്നു, എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. The Bible says he has all riches and glory with him. ഇന്ന് പകലിൽ This morning, നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ he is the one who's the answer to your അവൻ നിനക്ക് വേണ്ടി സമ്പത്തായി ഇറങ്ങുന്ന പകലാണ്. He is the one who will come down as riches for you. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി Come on, the one who believes. അസാധാരണ വാതിലുകൾ അവൻ തുറക്കും. The Lord is going to open unusual doors. കടലിലെ പൗഴങ്ങൾ, സമുദ്രത്തിലെ നന്മകൾ, സകലത്തിന്റെയും സൃഷ്ടിതാവ്, The wealth of the nations and the oceans, the creator of them. അവൻ ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. He came
down as man. എന്നിട്ട് പറഞ്ഞു ഞാൻ വീണ്ടെടുക്കാം, I will redeem you. ഞാൻ വീണ്ടെടുക്കാം. I will redeem you. എന്നിട്ട് വീണ്ടെടുപ്പിൽ വിശ്വസിക്കുന്ന നിന്നെ നോക്കി വിളിച്ചു പറഞ്ഞു, And he looked at you and he said, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരൂ. the Bible says he is able to give you all grace and all sufficiency in all circumstances. Hallelujah. ആ രണ്ട് കരങ്ങളെ ഉയർത്തി Come on, പിടിച്ചു. lift both your hands and say, അവൻ സമ്പത്തുള്ളവനാകട്ടോ. he is a rich man. നിന്റെ ജനനം കൊണ്ടോ സാഹചര്യം കൊണ്ടോ ഇപ്പോൾ ചിലപ്പോൾ നീ ഇടുക്കത്തിലായിരിക്കാം. Maybe you are going through a constrained moment now. എന്നാൽ ഞാൻ But me, ഇന്ന് പകൽ ഈ ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, I will declare to you from the presence of God. ഞാൻ ആ സമൃദ്ധിയിൽ വിശ്വസിക്കുന്നു. I believe in prosperity. കാരണം എന്റെ ബൈബിൾ എന്നോട് പറയുന്നു, Because my Bible says, അവന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. by his blessings wealth will come. അവന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. By his blessing wealth will come. നീ വായ്പ വാങ്ങുകയില്ല, You will not borrow. നീ വായ്പ You കൊടുക്കുന്നവനായിരിക്കും. will lend to many nations. നീ വായ്പ വാങ്ങുന്നവനല്ല. You will not borrow. ഇത് പറയുമ്പോൾ തന്നെ ചിലർക്ക് വേണ്ടി അസാധാരണ വാതിലുകൾ ഇന്ന് പകല് തുറക്കുന്നു. Oh, the Lord is used for opening unusual doors for you. നമ്പർ 1, Number 1, ചാർച്ചക്കാരനാകണം. he must be a relative. അതുകൊണ്ട് And because of that, യേശു ജഡവും രക്തവും ഉള്ളവനായി നമ്മൾ. and he became one among us. He bore our flesh and blood. നമ്പർ 2, Number 2, അവന് മനസ്സുണ്ടായിരിക്കണം. he must have a mind to serve. അതുകൊണ്ട് അവൻ കാലിത്തൊഴുത്തിൽ കടന്നു. And that's why he came down. കന്യകയുടെ ഉദരത്തിൽ പിറന്നു. He was virgin birth. ഭൂമിയിൽ നടന്നു. And he walked on the earth. അവന് മനസ്സുണ്ട്. He had a heart to serve. നമ്പർ 3, Number 3, അവന് സമ്പത്തുണ്ടായിരിക്കണം. he was a rich man. ഈ ലോകത്തുള്ള ഓരോറ്റ സമ്പന്നന്റെയും ആമേൻ ഒരു സമ്പത്തുമായി ദൈവത്തിന്റെ യേശുവിന്റെ സമ്പത്തിന്റെ അടുക്കൽ ചെല്ലുകയില്ല. Nobody prosperous on earth can be compared to the prosperity of the Lord Jesus. പരമസമ്പന്നനീ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാ. പരമസമ്പന്നനീ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാ. അടുത്തിരിക്കുന്നവർ പറഞ്ഞാട്ടെ, അവന്റെ സമ്പത്തിന്റെ അടുക്കൽ Nobody can compare with his riches. ലോകത്തിലെ ഒരു സമ്പത്തും എത്തില്ലെന്ന് പറഞ്ഞു. Nobody can compare to his richness. നമ്പർ 4, Number 4, അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കും. Number 4, വീണ്ടെടുപ്പുകാരൻ ഒന്ന്, Redeemer. Number 1, he must be a relative. He ചാർച്ചക്കാരനായിരിക്കും. must be a relative. 2, Number 2, he must have a mind to serve. നമ്പർ 3, Number 3, he must be a rich man. സമ്പത്തുണ്ടായിരിക്കണം. നമ്പർ 4, Number 4, സകലത്തെയും ത്യജിക്കുന്നവനായിരിക്കും. he must be able to deny everything. നിങ്ങൾക്കറിയാമോ, Do you know? നിങ്ങളെ വീണ്ടെടുക്കാൻ, Just to redeem you, each of you, നിന്നെ രക്ഷിക്കാൻ just to save you, അവൻ സ്വർഗത്തിലുള്ള സകലതിനെയും ഒഴിച്ചു. he left everything in heaven and അവൻ emptied തന്നെ himself. തന്നെ ഒഴിച്ചു. And he emptied himself. എങ്ങനെ അവൻ ഒഴിച്ചെന്നറിയാമോ? How did he empty himself? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. Philippians chapter 2 and verse 5 and 6. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. Amen. Next, വായിച്ചേ, അടുത്ത ടീച്ചർ അടുത്തത് വായിച്ചേ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. Please, doctor. അങ്ങനെ മതി. Have this attitude in yourselves which was also in Christ Jesus, who although he existed in the form of God, did not regard equality with God a thing to be grasped, but emptied himself, taking the form of a bond servant, and being made in the likeness of men, being found in the appearance of man, he humbled himself by becoming obedient to the point of death, even death on a cross. Amen. Next. For this reason God highly exalted him and bestowed on him the name which is above every name,
So that at the name of Jesus every knee will bow of those who are in heaven and on earth and under the earth. That every tongue will confess that Jesus Christ is Lord, to the glory of God the Father. ദൈവം അവനെ ഏറ്റവും ഉയർത്തി. God, for this reason, God highly exalted him. അവൻ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി Because he had to redeem. തന്നെത്താൻ ഒഴിച്ചു. He emptied himself. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. And he came in the form of a man. അനുസരണമുള്ളവനായി തീർന്നു. And he became an obedient അവൻ man. ദാസനായി തീർന്നു. He became a bond servant. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ. Come on, everyone say that with me. ദൈവത്തോടുള്ള സമത്വം പിടിച്ചുകൊള്ളാതെ, without holding on to his privileges in heaven. ഉറക്കെ പറഞ്ഞ ദൈവത്തോടുള്ള സമത്വം പിടിച്ചുകൊള്ളാതെ വേഷത്തിൽ ഒഴിച്ച് മനുഷ്യനായി ദാസനായി ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി. തൻ്റെ ഉള്ളിലുള്ളതെല്ലാം, ഉറക്കെ പറയാതെ, എൻ്റെ ഉള്ളിലുള്ളതെല്ലാം നമുക്ക് വേണ്ടി അവൻ ഒഴിച്ചു വെച്ചു. അവൻ നമ്മളെ വീണ്ടെടുക്കുവാൻ സകലത്തെയും ഒഴിച്ചു. He emptied himself. സകലത്തെ ഒഴിച്ചു. He emptied himself of all the privileges. Hallelujah. മനുഷ്യനായി. And he became a man. മനുഷ്യനായി എന്ന് പറഞ്ഞാൽ പോരാ, ദാസനായി. And after becoming a man, he became a bond servant. ദാസനായി. A servant. ക്രൂശിലെ മരണത്തോളം. And he embraced the death on a cross. തന്നെ തന്നെ താഴ്ത്തി. And he humbled himself to the death on a cross. അപ്പോഴാ യേശു പറഞ്ഞേ. And that's when Jesus said, ഞാൻ പറഞ്ഞ 12-ലധികം ലഗ്യോൻ ദൂതന്മാർ ഇപ്പോൾ ഇറങ്ങും. if I say right now, I can call down 12 legions of angels. ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000. And one legion is 6,000. 12 into 6000. And 12 into 6,000. 72,000 ദൂതന്മാർ ഇറങ്ങും. Right now I can call down 72,000 angels. പക്ഷേ But എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ I can ask the Father and he will send me 12 legions of angels right now. Will he not send me 12 legions of angels? ഒരു ദൂതൻ എന്ന് പറഞ്ഞാൽ അസാധാരണ ശക്തിയുള്ളവൻ. The angels are beings with supernatural power. പക്ഷേ അതെല്ലാം മാറ്റി വെച്ചു. But he forsook, emptied himself of all privileges. എന്നോട് പറയാമോ എന്തിനു വേണ്ടിയാ യേശു അത് ചെയ്തതെന്ന് പറയാം. Why did Jesus empty himself? Can you say that with me? അവൻ നമ്മളെ വീണ്ടെടുക്കുവാൻ. For the price of redemption. പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, The psalmist in the Old Testament says, ആരെ കൊണ്ടും അത് സാധിക്കത്തില്ല. there is nobody who can redeem his brother. ആരെ കൊണ്ടും പറ്റില്ല. Nobody can pay that price. സഹോദരൻ ശവക്കുഴി കാണാതെ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. കണ്ടോ, സങ്കീർത്തനക്കാരൻ ഉറപ്പിക്കുക, ആർക്കും കഴിയില്ല. The psalmist says nobody can pay the price of redemption. ഒരു സന്തോഷ വാർത്ത പറയട്ടെ. Let me tell you good news this morning. എത്ര പേർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്? How many of you want to hear it? എബ്രായ ലേഖനം, Hebrews, the book of Hebrews says, 9-ാം അധ്യായം, chapter 9. ഓ അത് ഭയങ്കരമാണ്. 12-ാമത്തെ വാക്യം. Hebrews chapter 9 and verse 12 says, എബ്രായ ലേഖനം 9:12. Hebrews chapter 9 and verse 12. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നിങ്ങൾ കേട്ടില്ല. ടീച്ചർ അതൊന്നുകൂടെ വായിക്കണം. ഒന്നുകൂടെ ശബ്ദമുയർത്തി വായിച്ചാം. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സങ്കീർത്തനക്കാരാ, The psalmist, നിങ്ങൾ പറഞ്ഞില്ലേ നടക്കത്തില്ലെന്ന്? The psalmist said nobody can pay that price. നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞില്ലേ ഒരിക്കലും നടക്കത്തില്ലെന്ന്? And you said nobody can pay this price. എന്നാൽ ഞങ്ങൾക്കൊരു രക്ഷകനുണ്ട്. But we have a savior. ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. We have a redeemer. അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. There is nobody who's worthy of worship. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. He's a God of miracles.
miracles. അങ്ങ് പറഞ്ഞത് നടക്കത്തില്ലെന്ന് പറഞ്ഞതിനെ ഒറ്റ യാഗത്താൽ, ഒരിക്കലായി കഴിച്ച യാഗത്താൽ എന്നേക്കുമുള്ള, ഒരിക്കൽ കൂടെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനെ സാധിപ്പിച്ചു. He made redemption possible. അതിന്റെ അർത്ഥം, Which means, അതിന്റെ അർത്ഥം, that means നിനക്ക് പ്രത്യാശയുണ്ട്. there is hope for you. Hallelujah. നിനക്ക് ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. There is a hope for your future. എബ്രായ ലേഖനം 7-ാം അധ്യായം 21, 22, 20-ാമത്തെ വാക്യം ചേർത്ത് വായിച്ചാണ്. അവൻ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു. അവർ ആണ കൂടാതെ, പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ കാര്യമാണ്. അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു. ഓക്കെ. ഇവനോ ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ. ആണ കൂടാതെ അല്ല എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. Amen. ഇതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. This is the New Testament. പുതിയ നിയമം, New Testament. ന്യൂ കവനന്റ്. The new covenant. രണ്ട് കവനന്റ് ആണുള്ളത്. There are two covenants. ഒന്ന് പഴയ നിയമം. The old covenant. പഴയ നിയമം And the old covenant. ദൈവവും അബ്രഹാമും തമ്മിൽ ഇട്ട ആണ, സത്യം, പ്രതിജ്ഞ, കവനന്റ്, ഉടമ്പടി. This is the covenant that he made with Abraham. അത് പഴയ നിയമത്തിൽ. That's the Old Testament. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ സന്തതി എപ്പോഴൊക്കെ പരാജയപ്പെട്ടാലും, And whenever Abraham's children failed, അവർ പിറുപിറുത്താൽ, and when they murmured, ആ കവനന്റിനകത്തുനിന്ന് അവർക്ക് വീഴ്ച പറ്റിയത്, because they fell from the covenant. ഇത് ശ്രദ്ധിച്ചു കേൾക്കണേ. Listen to this carefully. അവർ എപ്പോഴൊക്കെ ഈ കവനന്റിനകത്തുനിന്ന് വീഴ്ച വന്നോ, whenever the children of Israel fell short of the covenant, അവർ പിറുപിറുക്കുമ്പോൾ, when they murmured, അവർ പിണങ്ങുമ്പോൾ, and when they were അവർ upset, കുറ്റം ചെയ്യുമ്പോൾ, when they were failing, ഓട്ടനെ അടിയാണ്. and immediately they were punished. മനസ്സിലായോ? ഭൂമി വാവളരും, And the earth opened its mouth and swallowed them. കുഷ്ഠം പിടിക്കും, And they became leprous. ന്യായവിധി ഉണ്ടാകുന്നു. And judgment came. പഴയ നിയമത്തിൽ Because of the Old Testament. ഉടനെ ഉണ്ടാകുക. And judgment was immediate. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിന്റെ കീഴിലാണ്. We are under the new covenant. ആ പുതിയ ഉടമ്പടി, and because of the new covenant, ദൈവം യേശുവുമായി ചെയ്തതാണ്. This has been established through his son Jesus. ആ ആണയാൽ, because of that oath. ആണ എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ, സത്യം, ഉടമ്പടി എന്നൊക്കെയാ വാക്കിന്റെ അർത്ഥം. The oath means it's got promise, covenant and commitment. നീ എന്നേക്കും പുരോഹിതനായിരിക്കുമെന്ന്. Because he is a priest forever. ആ ഉടമ്പടി, because of that covenant, ആ പുതിയ ഉടമ്പടി the new covenant made ദൈവവും യേശുവും തമ്മിൽ ചെയ്തു. God made a covenant through Jesus. എന്നിട്ട് and he said, അവനിൽ വിശ്വസിക്കുന്നവരെ അവന്റെ കൂടെ നിർത്തി. and all who believed him he included them in the covenant. 21, 22 ഒന്നുകൂടെ പെട്ടെന്ന് വായിക്കണം. 21, 22, 7-ന്റെ 21, 22 പെട്ടെന്ന്. അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു. ഇവനോ നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവനിട്ട ആണയോടുകൂടെ തന്നെ. ആണ കൂടാതെ അല്ല എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. For they indeed became priests without an oath, but he with an oath through the one who said to him, the Lord has sworn and will not change his mind, you are a priest forever. Amen. Amen. എന്ന് വെച്ചാൽ ദൈവം യേശു തമ്മിൽ ഉടമ്പടി ചെയ്തേക്കുക. There was a covenant between the Father and the Son Jesus. ആ ഉടമ്പടിയിൽ that covenant, ആരാ ഉത്തരവാദി എന്നറിയാമോ? who is responsible for that covenant? യേശു. Jesus was responsible for the covenant. എന്ന് വെച്ചാൽ, which means ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, when I believe in Jesus, അവന്റെ ഉത്തരവാദിത്വമാണ്. it is his responsibility. യേശുവിന്റെ ഉത്തരവാദിത്വം. it is his responsibility. എന്താണ് അവന്റെ ഉത്തരവാദിത്വം? what is his responsibility? നീ വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തണമെന്നുള്ളത്. It is his responsibility to keep you blameless and blemishless and glorious before the Father. Amen. ആ യേശുവിനെ നന്ദി പറഞ്ഞാട്ടെ. Come on, give him thanks. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ കേട്ടോ, so listen to me this morning. നീ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. God will not allow you to perish. എന്താ കാരണം? What is the reason? എന്താ കാരണം? What is the reason? അവനാണ് അതിന്റെ ഉത്തരവാദിത്വം. because he is responsible for that covenant. യേശുവാണ് ഉത്തരവാദി. He is responsible for the covenant. നിന്റെ കുടുംബം നശിക്കാൻ അവൻ അനുവദിക്കത്തില്ല, കാരണം അവനാണ് ഉത്തരവാദി. He will
sustain your family because He is responsible. നിന്റെ തലമുറ നശിക്കില്ല, കാരണം അവനാണ് ഉത്തരവാദി. Your generations will thrive because He is responsible. നിന്റെ ബിസിനസ് തകരില്ല, കാരണം അവനാണ് ഉത്തരവാദി. Your business will prosper because He is responsible. നിന്റെ കുടുംബജീവിതം തകരാൻ അവൻ അനുവദിക്കത്തില്ല, അവനാണ് ഉത്തരവാദി. He will sustain your family life because He is responsible. നീ ഇന്ന് വരെ കണ്ട തകർച്ചകൾ നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് നീ എഴുന്നേൽക്കണം. അവൻ നിന്റെ ഉത്തരവാദിയായി ഇറങ്ങാൻ പോകുകയാണ്. He is responsible for your ഇന്നത്തെ ദേശത്തിന്റെ പല ഭാഗത്തുനിന്ന് ഈ പകൽ ഓടി ഇവിടെ എത്തിയ നിങ്ങളോട് പറയാൻ കർത്താവ് പറയുന്ന സന്ദേശം, അവൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ നിന്റെ ഉത്തരവാദിത്വമാണ്, അവൻ നിന്റെ ഉത്തരവാദിയാണ്, അവൻ നിന്റെ തലമുറയുടെ ഉത്തരവാദിയാണ്. നിന്നെ തകരാൻ അവൻ അനുവദിക്കത്തില്ല. അവനാണ് ഉത്തരവാദി. He is responsible. യേശുവാണ് എന്റെ ഉത്തരവാദി. Jesus is responsible. രണ്ട് കരവും ഉയർത്തി പറഞ്ഞിട്ട് യേശുവാണ് എന്റെ. Come on, lift both your hands and say, Jesus is responsible for this new covenant. യേശുവാണ് എന്റെ ഉത്തരവാദി. ഇന്ന് പകൽ പറയണ, എന്നെ വീണ്ടെടുത്തവൻ Declare it this morning. സാധാരണക്കാരനല്ല. The one who redeemed me is not an അവൻ ordinary man. സർവാംഗ സുന്ദരനാണ്. He is the fairest among 10,000. 10,000 സുന്ദരൻ. He is the fairest among 10,000. വെണ്മയും ചുമപ്പുമുള്ളവൻ. And he is without blemish. സ്വർഗ്ഗത്തെക്കാൾ ഉന്നതൻ. He is അവന്റെ പേര് യേശു. He is exalted in the heavens. ആ സ്വർഗ്ഗത്തിലെ ഉന്നതനായവനെ ഉയർത്തിക്കൊണ്ട് സുവിശേഷത്തിന്റെ സത്യം ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമം